സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ $63 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. നാച്ചുറൽ ഗ്യാസ് 430 വരെ ഹൈ അടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ ഹൈ നോക്കിയാൽ 430 വരെ ആശാൻ പോയായിരുന്നു. XAUSD നോക്കിക്കഴിഞ്ഞാൽ XAUSD ഓൾമോസ്റ്റ് 4220 ഭാഗത്തേക്ക് പോയി. സിൽവർ കിടിലമായിട്ട് കയറി. എന്ന് പറഞ്ഞാൽ സിൽവർ ഞാൻ പറഞ്ഞു സിൽവർ ബൈ ഓൺ ഡിപ്പാണെന്ന് പറഞ്ഞു. സിൽവർ ഒരു പക്ക ഒരു ബ്രേക്ക്ഔട്ടും ചെയ്ത് $54.42 ഭാഗത്തേക്ക് വന്നു. ഏകദേശം $45 ഒരാഴ്ച കൊണ്ട് സിൽവർ കയറി. കിട്ടില്ല മൂവ്മെന്റ് ആണ് സിൽവർ കയറിയിരിക്കുന്നത്. ഗോൾഡ് സബ്ഡ്യൂഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ക്രൂഡ് ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഒരു കൃത്യമായി പറയുന്നത് ഒരു എന്തുവാണ് ക്രൂഡ് ഓയിൽ ആ ഒരു റേഞ്ച് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആശാൻ ക്രൂഡ് ഓയിൽ ഒരു ബാലൻസ് പൊട്ടി അതിന്റെ 5346 ഞാൻ പറഞ്ഞു 5272 മുകളിൽ സസ്റ്റൈൻ ചെയ്തെങ്കിൽ 5346 വരെ പോകാനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ക്രൂഡ് ഓയിൽ തന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒരു ഡിലമായിട്ട് പോയി. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. വീക്കിലി ബേസിസിൽ പറയുകയാണെങ്കിൽ XAUSD നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ആശാൻ. അത് ഹയർ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. XAUSD അതായത് സിൽവർ ഒരു ട്രെൻഡ് അപ്പ് വീക്കാണ്. സിൽവറിനെ സംബന്ധിച്ച് ട്രെൻഡ് അപ്പായ വീക്കാണ്. ഹെവി ബൈയിങ് ഈ ഭാഗത്ത് ഇന്നലെ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ ഭാഗത്തേക്ക് $51 ഭാഗത്തേക്ക് ഒരു ഹെവി ബൈ നിന്നുണ്ട്. അപ്പൊ ഇനിയൊരു ഡിപ്പ് $51 ഭാഗത്തേക്ക് കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടി ബൈ എടുക്കാനുള്ള ആകത്തെ ഒരു അപ്പ് വന്നത് പ്രൊജക്ഷൻ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് കയറിയ സെക്കൻഡ് ബ്രേക്ക് ആണ്. കിഡിലും ബ്രേക്കൗട്ട് സിൽവർ തന്നു. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ $63 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ സിൽവർ എന്നെ സംബന്ധിച്ച് $63 എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബൈ ഓൺ ഡിപ്പ് സിൽവറിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ അതേസമയം നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ നാച്ചുറൽ ഗ്യാസ് ഒരു ബൈ ഓൺ ഡിപ്പാണ്. നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. അതായത് താഴേക്ക് ബ്രേക്ക് വന്നിട്ട് പോയ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. ഞാൻ പറഞ്ഞു 390 380 ഭാഗത്തൊക്കെ കിട്ടുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ ഒരു ബൈങ് എടുക്കാന്ന് പറഞ്ഞു. 390 ഏകദേശം 392 ഭാഗത്തേക്ക് നാശം തിരിച്ച് കയറി പോവുകയാണ്. അപ്പൊ നാച്ചുറൽ ഗ്യാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ഗ്യാസിന്റെ റിവ്യൂ തുടങ്ങാം. നാച്ചുറൽ ഗ്യാസ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. POC നിൽക്കുന്ന 412 ഭാഗത്തേക്ക്. സോ നാച്ചുറൽ ഗ്യാസ് 412 ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബൈ നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. ഫോർ ദ ഫ്രഷ് റാലിക്ക് വേണ്ടി എടുക്കാം. നാച്ചുറൽ ഗ്യാസ് ഇല്ല 430 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസ് 440 455 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് MCX നാച്ചുറൽ ഗ്യാസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾ ഒരു ഡിപ്പ് ബൈയിങ് പ്രതീക്ഷിച്ച് നാച്ചുറൽ ഗ്യാസ് നിൽക്കുകയാണെങ്കിൽ 410 ഭാഗത്തോ അല്ലെങ്കിൽ 400 ഭാഗത്തോ നാച്ചുറൽ ഗ്യാസ് വരികയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. നാച്ചുറൽ ഗ്യാസ് ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം 430 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 435 442 450 അതായത് 440 450 ഇടയ്ക്ക് നാച്ചുറൽ ഗ്യാസ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എൻ്റെ നാച്ചുറൽ ഗ്യാസിന്റെ റിവ്യൂ. ക്രൂഡ് ഓയിൽ ലാസ്റ്റ് മിനിറ്റിൽ US ഓയിലിൽ കുറച്ച് സെല്ലിങ് ക്രൂഡ് ഓയിൽ കണ്ടിട്ടുണ്ടാവുന്നു. അപ്പോൾ നാളെ ഒരു ഡൗണിലൊക്കെ ആയിരിക്കും നമ്മൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വന്നത്. സോ ക്രൂഡ് ഓയിലെ സംബന്ധിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ക്രൂഡ് ഓയിൽ ഇപ്പോൾ 5340 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC കിടക്കും. ഈ ഒരു റേഞ്ച് കണ്ടല്ലോ നിങ്ങൾ സിംഗിൾ പ്രിന്റ് 5130 ഇടയ്ക്ക്, അതായത് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 5130 5345 ഇടയ്ക്കുള്ള റേഞ്ച് കിടന്ന ക്രൂഡ് ഓയിൽ ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഒരു 200 പോയിന്റ് 5144 5130 എന്ന് പറഞ്ഞാൽ ഒരു 200-210 പോയിന്റ് റേഞ്ചിൽ കിടന്ന ക്രൂഡ് ഓയിൽ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5344 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക, 5344 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ആയി 5438 മുകളിൽ പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിനും സംബന്ധിച്ച് ഈ ഒരു 5550 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 5345 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5440 ഭാഗത്തേക്കും 5550 ആ റേഞ്ചിന്റെ ഭാഗത്തേക്കും ക്രൂഡ് ഓയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല ഇനി ഫ്രഷ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 5120
20 താഴെ സസ്റ്റെയിൻ 5120 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രൂഡ് ഓയിൽ ഒരു ബെയറിഷ് എടുക്കാൻ പാടുള്ളൂ. അപ്പം ക്രൂഡ് ഓയിലിലെ ബെയറിഷ് വരുന്നത് 5120 താഴെയും ക്രൂഡ് ഓയിലിലെ ബുള്ളിഷ്നെസ് വരുന്നത് 5345 മുകളിലാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ താഴെ എത്തുമ്പോൾ ബൈ ചെയ്യുക, 5345 സെറ്റ് ചെയ്യുക, ഡിപ്പ് ബൈയിങ് അപ്പ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബൈ അറ്റ് ലോ സെൽ അറ്റ് ഹൈ എന്ന സ്ട്രാറ്റജി മാത്രമേ ക്രൂഡ് ഓയിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. നാച്ചുറൽ ഗ്യാസ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഗോൾഡ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു 4250 എന്ന് പറഞ്ഞ ഹൈ ഇപ്പൊ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. സോ ഗോൾഡിനെ സംബന്ധിച്ച് 4150 എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു POC സപ്പോർട്ട് അവൻ കാണുന്നുണ്ട്. സോ 4160 അല്ലെങ്കിൽ 4120 ഭാഗത്തേക്ക് ഗോൾഡ് വരെയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈ നമുക്ക് എടുക്കാവുന്നതാണ് ഈ വീക്കിൽ. ഇല്ല 4250 മുകളിൽ 4220 4250 എന്ന് പറഞ്ഞ ഈ ഒരു ഹൈക്ക് മുകളിൽ ഈ പറഞ്ഞ കഴിഞ്ഞ 10 നവംബർ വന്ന ഈ ഹൈക്ക് 4250 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഈ ഒരു വാല്യൂ ഏരിയ ഹൈ അതായത് 4380 എന്ന് പറഞ്ഞാൽ 4293 പഴയ ഹൈ വന്ന 4380 ഭാഗത്തേക്കും ഗോൾഡ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് ഗോൾഡിനെ സംബന്ധിച്ചുള്ളത്. സെല്ലിങ്ങിന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ സെല്ലിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയ അതായത് ഇന്ന് $4040 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഒരു സെല്ലിംഗ് വന്ന് 3994 അതിന് താഴെ 3957 എന്ന ഭാഗത്തേക്ക് വരാൻ പറ്റുള്ളൂ. സോ ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ നാച്ചുറൽ ഗ്യാസിൽ പറഞ്ഞതുപോലെ ഗോൾഡിലും 4040 മുകളിൽ ചെയ്യുന്ന ഗോൾഡ് ബൈ എടുക്കാം. ഇല്ല 4250 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡ് ഒരു ബൈയിങ് എടുത്തത് 4300 4385 എന്ന് പറഞ്ഞ ആ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി സിൽവർ ഹെവി ഒരു ബ്രേക്ക്ഔട്ട് ആണ്. നമ്മളെ പഴയ വന്ന ഇതാണ് നമ്മൾ ദീപാവലിക്ക് വന്ന സിൽവറിന്റെ ഹൈ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് 54.46 എന്ന് പറഞ്ഞ ഡോളറിന്റെ സാധനം ബ്രേക്ക് ചെയ്ത് അവ ഹെവി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് അപ്പാണ്. സോ സിൽവറിൽ തപ്പിത്തവറി എങ്ങാനും 54 എൻ മുന്നാടി പാത്തറ്റായ ഉന്നെ കൊന്നിടുക ചൊല്ലൂലേ, അതേമാതിരി $51.37 ഭാഗത്തൊക്കെ സിൽവർ കിട്ടുകയാണെങ്കിൽ ഡിപ്പ് ബൈയിങ് തന്നെ നോക്കുക. സിൽവറെ സംബന്ധിച്ച് എനിക്ക് $63 $65 ഭാഗത്തേക്ക് സിൽവർ എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ പോസിബിൾ ആക്കി വെക്കുന്നത്. സിൽവറിനെ സംബന്ധിച്ച് $63 $65 എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നില്ല. താഴേക്ക് ഇറങ്ങി വന്ന് $51 $50 ഭാഗത്തേക്ക് മാർക്കറ്റ് പറയുകയാണെങ്കിൽ ഡിപ്പ് ബൈയിങ് അഭികാമ്യമായ ഒരു കാര്യമാണ്. സിൽവർ $64 $65 വരെ പോകാനുള്ള ചാൻസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഈ ഒരു റെഫറൻസ് ലെവൽ ഒരു വീക്ക്ലി വ്യൂ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോയുടെ MCXന്റെ ഒരു മെന്ററിങ്, MCX അല്ല എല്ലാം ചേർത്തൊരു മെന്ററിങ് ബാച്ച് തുടങ്ങുന്നുണ്ട്. അതിനകത്ത് MCXന്റെ കോൾസ് വീക്ക്ലി 2 or 3 കോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ആയിട്ടുള്ള കോൾസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് അടിച്ചാൽ കൂടെ ഒരു വീക്ക് ഒരു മന്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 8 കോള് 10 കോള് കൊടുക്കുകയും 2 കോള് സ്റ്റോപ്പ് അടിച്ചാൽ ഭാഗ്യം. അങ്ങനത്തെ ഒരു സ്റ്റുപ്പൻഡസ് ആയിട്ടുള്ള ഒരു എന്താണ് റിസ്ക് കുറച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് കോഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഈ MCXന്റെ ലെവൽസ് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.